കുതികുതിച്ച് ഇതുവഴി കണ്ടോ പടയക്കങ്ങൾ, മുസ്ലിം ലീഗിൻ ജനമുന്നേറ്റ ജാഥാ സംഘങ്ങൾ. ചെർക്കളം അബ്ദുള്ള സാഹിബും അമരത്തുണ്ട്. ചുറുചുറുക്കിൽ ഇതുവഴി യാത്ര തുടരുന്നുണ്ട്. ഉപനായകൻ എ അബ്ദുറഹ്മാൻ, ഡയറക്ടർ എ ഹമീദ് ഹാജി. മതേതര ശക്തികളുടെ കൂട്ടായ്മ രാജ്യത്തിന്റെ ഭാവിക്ക് അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഫാസിസ്റ്റ് ശക്തികൾ എല്ലാ കുറുക്കുവഴികളും ഉപയോഗിച്ച് ഈ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ വെമ്പൽ കൂടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും ബാധ്യതയും കടപ്പാടുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് ഈ യാത്രയെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മുദ്രാവാക്യം ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള ജനമുന്നേറ്റം എന്ന മുദ്രാവാക്യമാണ്. മതേതര ശക്തികളെ വീണ്ടും ഇന്ത്യയുടെ ഭരണം ഏൽപ്പിക്കുന്നതിന് വേണ്ടി, ഫാസിസ്റ്റ് ശക്തികളെ കൂട്ടറിയുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും ജനബോധന യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പഞ്ചായത്തുകളിലും നമുക്കിത് സ്വീകരിച്ച് മനസ്സിലാക്കുന്നത് തീർച്ചയായും യുപിഎ സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ വേണ്ടി നാം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന ഒരു ആശംസയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും യുപിഎ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി ഈ ജാഥയ്ക്ക് നമ്മുടെ ജനങ്ങളുടെ ഒരു വോട്ട് അതിന് അനുകൂലമായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണം മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായും ഇന്ത്യ ഒരിക്കേണ്ടത് ഫാസിസ്റ്റ് ശക്തികളല്ല. ഇന്ത്യയിലെ മതേതര ലോകത്തിലേക്ക് തന്നെ മതേതര രാജ്യമെന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ തലപ്പത്തെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ മതേതരം നഷ്ടപ്പെടുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടാത്ത എല്ലാ ആനുകൂല്യങ്ങളും പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ പ്രദേശത്തിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് യുഡിഎഫ് സർക്കാർ 1000 ദിവസം ജയിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം നൽകിയതിനേക്കാൾ ഇരട്ടി വികസനം എല്ലാ പ്രദേശത്തേക്കും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട MC കമറുദ്ദീൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ഈ ജനബോധന യാത്ര നമ്മുടെ ജില്ലയിൽ നടത്തുന്നത്. അതുകൊണ്ട് ഈ ജനബോധന യാത്രയെ സ്വീകരിക്കുവാനും ആ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുവാനും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ മാത്രമല്ല മുന്നോട്ട് വരുന്നത്, എല്ലാ പാർട്ടികളിലെയും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഈ ജനബോധന യാത്രയെ വാരിക്കൊണ്ടുവരുവാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ജില്ലയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സംഘടനകളും ഒക്കെ നടത്തേണ്ട ഒരു പരിപാടി മുസ്ലിം ലീഗ് ഏറ്റെടുത്ത് നടത്തുകയാണ്. നിങ്ങൾക്കറിയാം, ഈ
ജാഥയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ഞങ്ങൾ ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ അതിന്റെ പിറ്റേന്നാണ് വരുന്ന മാസം 10-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇലക്ഷൻ കമ്മീഷണറുടെ ഉത്തരവ് നിലവിൽ വരികയുണ്ടായി. അതോടുകൂടി ഈ ജാഥ വളരെ പ്രസക്തമായി. നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 2 മുന്നണികളാണ് പാർലമെന്റിൽ മത്സരിക്കുന്നത്. ഒന്ന് UPA, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള, മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA മുന്നണി. മറ്റൊന്ന് NDA മുന്നണിയാണ്. ഇത് രണ്ടുമാണ് ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 2 ശക്തികൾ. ഇതിലേതെങ്കിലും ഒന്നേ ജയിക്കുള്ളൂ. ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ കരുണാകരന്റെ പാർട്ടി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന പാർട്ടിയല്ല. അവർക്ക് തന്നെ ദേശീയ തലത്തിലുള്ള അംഗീകാരം ഈ തെരഞ്ഞെടുപ്പോടുകൂടി നഷ്ടപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.